കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി നമ്മൾ എല്ലാവരും തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മുഖ്യമന്ത്രി വി ഡി സതീശനുമായി അടുത്ത ബന്ധമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതികളായ MDMA കേസ്. ആ കേസ് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന ഒരു സ്ഥിതിയെക്കുറിച്ചും അറിയണം. നിലവിൽ ആ കേസിന്റെ അന്വേഷണം ഏത് വിധത്തിലാണ് പോവേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം. MDMA കേസിൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് പോലീസ്. എപ്പോൾ ഇത്രയധികം ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ കസ്റ്റഡി അപേക്ഷയുമായി കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിയോഫിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. കേരളം ഒന്നടങ്കം ഞെട്ടിയൊരു വാർത്തയായിരുന്നു MDMA കേസ്. ഇന്നിപ്പോൾ ഇതാ ആ കേസിന്റെ അന്വേഷണം എത്ര കണ്ട് ഒച്ചിഴയുന്ന വേഗതയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇത്രയധികം ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ആ കസ്റ്റഡി അപേക്ഷ പോലീസ് കോടതിയുടെ മുമ്പാകെ വെച്ചിരിക്കുന്നത്. ഇനി എന്തായിരിക്കും കേസിന്റെ വഴികൾ? എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രതികൾ അറസ്റ്റിലായിട്ട് ഇപ്പോൾ 11 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു അപേക്ഷ അല്ലെങ്കിൽ അപേക്ഷ നൽകിയിട്ടുള്ളത്. കോടതി ഇനിയാണ് ഈ കോടതിയിൽ ഇതിനകത്ത് തീരുമാനമെടുക്കുക. പ്രതികളെ ചോദ്യം ചെയ്യാനായി ആഗസ്റ്റ് 20, 21, 22 ഈ 3 ദിവസങ്ങളിൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് കസ്റ്റഡി അപേക്ഷയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിലാണ് പോലീസ് അപേക്ഷ നൽകിയിട്ടുള്ളത്. പ്രൊഡക്ഷൻ വാറന്റ് അപേക്ഷയാണ് നൽകിയിട്ടുള്ളത്. ബുധനാഴ്ച അപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ 11 ദിവസം പിന്നിട്ട ശേഷമാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് പോലീസ് പോകുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട, അതായത് മുഖ്യമന്ത്രി വി ഡി സതീശനോടൊപ്പമുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതികളായ MDMA കേസ്, ആ കേസിൽ ഒരു വിശദമായ അന്വേഷണമോ തുടർ നടപടികളോ ഉണ്ടാകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന് ഇത്രയും ദിവസം, അതായത് 11 ദിവസത്തോളം ഇവർക്ക് കിട്ടുമ്പോൾ കൃത്യമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. പ്രതികൾക്ക് തെളിവ് നശിപ്പിക്കണമെങ്കിൽ അതിനുള്ള സമയം കിട്ടിക്കഴിഞ്ഞു. മറ്റ് ആരെങ്കിലുമൊക്കെ ഒഴിവാക്കണമെങ്കിലും രക്ഷപ്പെടണമെങ്കിലും അതിനുവേണ്ട സമയമെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഒരു സാധാരണ MDMA കേസായി മാത്രം തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടില്ല. ചന്ദേര പോലീസാണ് ഈ പ്രതികളെ, അതായത് പെരുമ്പാവൂർ സ്വദേശികളായ പ്രതികളാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഇവരെ പിടികൂടുന്നത് കാസർഗോഡ് വെച്ചാണ്. ചന്ദേര പോലീസ് ഇതിൽ കേസെടുത്തു. ഒരു സാധാരണ MDMA കേസ് എന്ന നിലയിൽ മാത്രം തന്നെയാണ് ഇത്രയും ദിവസം വാർത്ത പോകുന്നത്, അല്ലെങ്കിൽ അവർ പോലീസിൻ്റെ തുടർ നടപടികളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ, വലിയ ബന്ധങ്ങളുള്ള ആളുകൾ പോലീസ് തന്നെ അന്വേഷിച്ചപ്പോൾ വ്യക്തമായത് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട്, വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. തന്നെയുമല്ല ബാംഗ്ലൂരുമായുള്ള ഒരു കണക്ഷൻ, ബംഗളൂരുവിൽ ഈ പ്രതികളുടെ ഒരു സുഹൃത്ത്, ഒരു പെൺസുഹൃത്ത് ഇവരുമായി ബന്ധപ്പെട്ട പണമിടപാട് നടത്തിയിട്ടുണ്ട്. ഇവർക്ക് MDMA എത്തിച്ചു കൊടുക്കുന്നതിൽ ഒരു പ്രധാന കണ്ണിയാണെന്ന് വിവരം ലഭിച്ചു. അപ്പോൾ കർണാടക കേരളം ഒരു കോറിഡോറാണ് ഈ MDMAയിൽ ഉണ്ടായിട്ടുള്ളതെന്ന് പോലീസിന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ അന്വേഷണത്തിനോ തുടർ നടപടികൾക്കോ പോലീസ് പോയിട്ടില്ല. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് മറ്റ് കാര്യങ്ങൾ കൂടി അന്വേഷിച്ചുകൊണ്ട് പോകേണ്ട ഒരു കേസായിരുന്നു. അതായത് ഇതിനകത്തൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാൽ മാത്രമേ ആ അന്വേഷണ സംഘത്തിന് അതായത് ഇവരുടെ പെരുമ്പാവൂർ സ്വദേശികളാണ്. അപ്പോൾ പെരുമ്പാവൂരിലെ ബന്ധങ്ങൾ വേണം, ഇവരുടെ മറ്റ് രാഷ്ട്രീയ ബന്ധങ്ങൾ വേണം, വിദേശ യാത്രകളെക്കുറിച്ച് അന്വേഷിക്കണം. മുഖ്യമന്ത്രി വി ഡി സതീശനുമായുള്ള അടുപ്പം മാത്രമല്ല, മറ്റൊരുപാട് രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കളായതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കളിൽ വേറെ ആർക്കെങ്കിലും ഇതുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. മറ്റ് രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. ഇതിനപ്പുറം വലിയ ബിസിനസ്സുകാർ, സെലിബ്രിറ്റികളുമായുള്ള ബന്ധമുണ്ടോ എന്ന് നോക്കണം. 6ഓളം വിദേശയാത്രകൾ ഇതിലൊരു പ്രധാന പ്രതി നടത്തിയിട്ടുണ്ട്. അതിൽ മലേഷ്യ ഉൾപ്പെടെ രാജ്യങ്ങളിലേക്ക് നടത്തിയ വിദേശയാത്ര, ആ വിദേശയാത്രകളെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. ഇതുകൂടാതെ തന്നെ പ്രതികളുടെ ഫോൺ കോൾ റെക്കോർഡുകൾ വേണം, വാട്സാപ്പ് ചാറ്റുകളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഇതെല്ലാം പരിശോധിക്കണമെങ്കിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഇതിന് നേതൃത്വം നൽകുകയും ആ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ സൈബർ പോലീസിൻ്റെ കൂടി സഹായത്തോടു കൂടി വേണം ഈ കേസ് അന്വേഷിക്കാൻ. പക്ഷേ അത്തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സാധാരണ MDMA കേസായി മാത്രം അന്വേഷണം പോകുന്നതിനിടയിലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചന്ദേര CIയെ മാറ്റിയത്. കാരണം ചന്ദേര CI ആയിരുന്നു അന്ന് അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ. അതിനുശേഷം CIയെ മാറ്റുകയും CIക്ക് സ്ഥലമാറ്റം വന്നതിന് ശേഷം മറ്റാർക്കും ചുമതല നൽകിയിരുന്നില്ല. പിന്നീടാണ് ഈ ആളില്ലാതെ 1-2 ദിവസം പോയി. അതിനുശേഷമാണ് നീലേശ്വരം CI പ്രശാന്തിന് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. അതിൽ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ഇന്ന് തന്നെ ഒരുപക്ഷെ വിട്ടു നൽകാനുള്ള ഒരു സാധ്യതയുണ്ട്. നിലവിൽ നീലേശ്വരം CI പ്രശാന്തിന് അന്വേഷണ ചുമതല നൽകി. പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ CI പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ. കാരണം ഈ പ്രത്യേക അന്വേഷണ സംഘം ഇല്ലാത്തതിന് വലിയ വിവാദം കഴിഞ്ഞ ദിവസം ആയിരുന്നതുകൊണ്ട് തന്നെ ആ നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. പക്ഷേ പ്രത്യേക ചുമതല നൽകുമ്പോൾ അത് DYSPയോ അതിന് മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരെ
അതെ, തിയോഫിൻ പറഞ്ഞ ആ വിഷയത്തിലേക്ക് തന്നെയായിരുന്നു ഞാനും എത്താൻ ശ്രമിച്ചത്. അതായത് ഇത്രയധികം വലിയ തരത്തിലുള്ള ചർച്ചയായ ഒരു വിഷയമാണ്. അപ്പോൾ ആ ഒരു വിഷയം, ആ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ മിനിമം ഈ പറഞ്ഞ ഒരു ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വേണ്ടേ എന്നുള്ളതൊരു സ്വാഭാവികമായ സംശയമാണ്. ഇവിടെ നോക്കൂ, ഇപ്പോൾ തിയോഫിൻ പറഞ്ഞതുപോലെ തന്നെ നിലവിൽ അന്വേഷണ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ട് പോലും അവിടെ അടുത്തൊരു ഉദ്യോഗസ്ഥനെ ചുമതല ഏൽപ്പിക്കുവാൻ പോലും കാലതാമസം വന്നിരിക്കുന്നു. ഇതെല്ലാം ഈ പ്രതികളെന്ന് സംശയിക്കുന്നവർക്ക് അല്ലെങ്കിൽ അറസ്റ്റിലായവർക്ക്, അവരുമായി ബന്ധപ്പെട്ടവർക്ക് തെളിവുകൾ നശിപ്പിക്കുവാനും ഒക്കെയുള്ള ഒരു സമയം ബോധപൂർവം ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ ഭാഗമാണെന്ന് വേണ്ടേ കരുതുവാൻ? സിന്ധൂരി, തീർച്ചയായും അത്തരത്തിലുള്ള ഒരു നീക്കം ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് തെളിവ് നശിപ്പിക്കുക എന്നതിനപ്പുറം ഏറ്റവും പ്രധാനം മറ്റ് രാഷ്ട്രീയ ബന്ധങ്ങൾ പുറത്തു വരാതിരിക്കുക എന്നുള്ളതാണ്. പ്രതികളുടെ രാഷ്ട്രീയ, അതായത് അങ്ങനെ നമ്മൾ സംശയിക്കാനുള്ള സാഹചര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് ഇതിനകത്തൊരു കേരളത്തിന് കർണാടകയ്ക്കും ഇടയിലുള്ള ഒരു കൈമാറ്റം, ഈ ലഹരി കടത്ത് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഈ ലഹരി നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടത്തുന്ന, വിൽപ്പന നടത്താനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് പ്രതികൾ പിടിയിലാവുന്നത്. അപ്പോൾ ബാംഗ്ലൂരുവിലേക്കാണ് പണം നൽകിയിട്ടുള്ളത്. ബാംഗ്ലൂർ യാത്രകൾ നടത്തിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ഇവരുമായി അടുത്ത ബന്ധമുള്ള മറ്റു വ്യക്തികളുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടതുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വിശദമായ അന്വേഷണം പോയാൽ ഇവരുടെ വാട്സാപ്പ് ചാറ്റുകളും കോൾ റെക്കോർഡുകളും ഒക്കെ പരിശോധിച്ചാൽ ഇവരുടെ കൂടുതൽ രാഷ്ട്രീയ ബന്ധങ്ങൾ ചിലപ്പോൾ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ കർണാടകയിലുള്ള കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധം വരെ ചിലപ്പോൾ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അത് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഇതുവരെ അന്വേഷണവുമായി മുന്നോട്ട് പോകാത്തത് ഇതിന് തന്നെ ആയിരിക്കാം എന്ന് കരുതേണ്ടതുണ്ട്. എന്തായാലും 11 ദിവസം ഒരു ഇടവേള കിട്ടിയത് കൊണ്ട് തന്നെ ഇവരുമായി ബന്ധപ്പെട്ടവർക്ക് തെളിവുകൾ നശിപ്പിക്കാനും മറ്റെന്തെങ്കിലുമൊക്കെ രീതിയിൽ ഈ കേസ് ഈ 4 പേരിൽ തന്നെ ഒതുങ്ങി ഒരു സാധാരണ MDMA കേസായി അവസാനിപ്പിക്കാനുള്ള ഒരു സൗകര്യം ഇതിനകം ലഭ്യമായിട്ടുണ്ടെന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടി വരും. എന്തായാലും ബംഗളൂരുവിൽ നിന്ന് മയക്കുമരുന്ന് കടത്തി അത് കേരളത്തിലെത്തിച്ച് കേരളത്തിൽ മൊത്തക്കച്ചവടം നടത്തുന്നവരാണ് ഈ പ്രതികൾ. അങ്ങനെ ഇവർ മറ്റ് കേസുകളും ഇവർക്കെതിരെയുണ്ട്. പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ സൈബർ തട്ടിപ്പ്, ഇവർ തുടർച്ചയായി വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. ഹവാല ഇടപാടുകാരുമായും ഗുണ്ടാ സംഘങ്ങളുമായിട്ടുള്ള ഇവരുടെ അടുപ്പം, അത്തരം ക്രിമിനൽ പശ്ചാത്തലങ്ങൾ, ഇവരുടെ മറ്റ് കേസുകളോ ക്രിമിനൽ പശ്ചാത്തലങ്ങളോ ഉണ്ടോ അതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഓരോന്നായി പുറത്തു വരുന്നുണ്ടെങ്കിൽ കൂടി ഇതൊന്നും അന്വേഷണ സംഘം കൃത്യമായി അന്വേഷിച്ച് പുറത്ത് കൊണ്ടുവന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് പോയ സംഭവങ്ങളല്ല. വിശദമായ അന്വേഷണത്തിൽ ലഭ്യമായ വിവരം അല്ലാതെ തന്നെ മാധ്യമങ്ങൾ വഴി ഇത് പുറത്തറിഞ്ഞതാണ് മാത്രമാണ്. ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള പ്രതികളാണ് അവർ. ഈ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കണമെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിവൈഎസ്പിയോ അതിന് മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥർ തന്നെ നേതൃത്വം നൽകുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൈബർ പോലീസിൻ്റെ കൂടി സഹായത്തോടുകൂടി അത്തരം വിശദമായ വിവരങ്ങളിലേക്ക് പോകാനും അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോകാനും സാധിക്കൂ. തന്നെയുമല്ല, ഈ കേസിൽ ഒരു കർണാടക ബന്ധം, അതായത് ബംഗളൂരുവുമായുള്ള ബന്ധമുണ്ട്. അപ്പോൾ കർണാടക പോലീസിൻ്റെ കൂടി സഹായം ഇതിനകത്ത് ആവശ്യമുണ്ട്. സെൻട്രൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ സഹായം ഈ കേസ് അന്വേഷിക്കാൻ ആവശ്യമുണ്ട്. സാധാരണ നേരത്തെ തൂഫാൻ പദ്ധതിയുമായി വന്ന സമയത്ത് കുറച്ച് ദിവസങ്ങൾക്ക് പദ്ധതി വിശദമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം, പദ്ധതി തുടങ്ങി ഏതാനും ദിവസങ്ങൾക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞത് നമ്മളിതൊക്കെ കേട്ടതാണ്. കാരണം ദക്ഷിണേന്ത്യയിൽ വ്യാപകമായി തന്നെ ഈ ലഹരി മരുന്ന് കടത്തും കച്ചവടവും ഒക്കെ നടക്കുന്നുണ്ട്. ലഹരിയുടെ പിടിയിൽ യുവതലമുറയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്കിടയിലുള്ള കൈമാറ്റം, ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്കുള്ള ലഹരി കടത്തുകൾ അത് തടയുന്നതിനും അതിനൊക്കെ നിയന്ത്രണം കൊണ്ടുവരുന്നതിനും വേണമെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളുടെ സഹായം ആവശ്യമുണ്ട്. ഈ നാർക്കോട്ടിക് ഏജൻസികളുടെ സഹായം ആവശ്യമുണ്ട്. സെൻട്രൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ സഹായം കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശദമായ അന്വേഷണം നടത്തും എന്നൊക്കെ അന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞതാണ്. ഇതെല്ലാം പറഞ്ഞു നിൽക്കുമ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ നിലവിൽ ഈ കാസർഗോഡ് MDMA കേസുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയോ ഇത്തരം നടപടികളിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല. ഇതുവരെ നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ചാണെങ്കിൽ ബംഗളൂരു പോലീസിൻ്റെ ഒരു സഹായമോ അല്ലെങ്കിൽ ആ ബംഗളൂരു പോലീസുമായി ബന്ധപ്പെട്ടുള്ളൊരു ഈ കേസിൻ്റെ തുടർ അന്വേഷണമോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. നിലവിൽ ഇപ്പോഴും ഇതൊരു സാധാരണ MDMA കേസായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. സിന്ധു. ശരി, തിയോഫിൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഏറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അന്വേഷണത്തിന്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെയുള്ള കാര്യങ്ങളിൽ ബോധപൂർവമായി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു അലംഭാവമാണ്. കൃത്യമായ അന്വേഷണ ഉദ്യോഗസ്ഥരില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുന്നു. സ്ഥലം മാറ്റിയ സ്ഥിതിക്ക് അവിടെ മറ്റൊരു ഉദ്യോഗസ്ഥൻ ചാർജ് എടുക്കണം. ആ ചാർജ് എടുക്കുന്നതിൽ കാലതാമസം വന്നിരിക്കുന്നു. മിനിമം ഇത്രയധികം ഒരു മൊത്തക്കച്ചവടം, ലഹരിയുടെ ഒരു മൊത്തക്കച്ചവടമാണ്, ഉന്നത തലങ്ങളിലുള്ള ബന്ധമാണ്. സ്വാഭാവികമായും ഒരു പ്രത്യേക അന്വേഷണ സംഘം വേണം. അതില്ല. മിനിമം ഒരു ഡിവൈഎഫ്ഐ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥ
ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം. ആ കാര്യങ്ങളില്ല. ഇപ്പോൾ ഇതാ ഈ 11 ദിവസങ്ങൾക്ക് ശേഷം മാത്രം കസ്റ്റഡി അപേക്ഷയുമായി കോടതിയെ സമീപിക്കുന്നു. ആകെ മൊത്തത്തിൽ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു കേസിനെ അതിൻ്റെ എല്ലാവിധ ഗൗരവവും അവസാനിപ്പിച്ച് പ്രതികളെ സംരക്ഷിക്കുവാൻ അല്ലെങ്കിൽ പ്രതികളും ഉന്നതരുമായുള്ള ബന്ധം ഇല്ലാണ്ടാക്കുവാൻ, ആ ബന്ധത്തിൽ നിന്നും ഈ ജനങ്ങളുടെ കണ്ണുകളെ മറച്ചു വെക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഉന്നത തലങ്ങളിലെ ഇടപെടലിലൂടെ സജ്ജമായിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് ഈ നിമിഷം മനസ്സിലാക്കുവാൻ. എന്തായാലും കോടതിയുടെ തീരുമാനം എന്താണെന്ന് നമുക്ക് ഇന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. തിയോഫിനാണ് വിശദമായ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്.